സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻ ഓഫ് സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു വാട്ട് ഈസ് ഡിസ്ക്രൈബിംഗ് ഫങ്ഷൻ, പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോൺ ലീനിയാരിറ്റീസ് നിങ്ങൾക്കറിയാം. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് നോൺ ലീനിയാരിറ്റിയാണ് സാച്ചുറേഷൻ. സോ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് കാണാം. സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പെർട്ടിക്കുലർ അപ് ടു എസ്. ഇപ്പം നമ്മൾ ഇതാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അപ് ടു ദ പോയിൻറ്റ് എസ് ദിസ് ക്യാര ഈസ് ലീനിയർ അല്ലേ. സോ ഇവിടെ നമ്മൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അപ് ടു എസ് എന്താണ്, ക്യാര ഈസ് ലീനിയർ ആണ്. ഇനിയും പോയിൻ്റ് എസ് സി എത്തിക്കഴിയുമ്പോൾ അവിടെ സാച്ചുറേഷൻ നടന്നു. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എവിടെയും സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് കഴിയുമ്പം വാല്യൂ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സാച്ചുറേഷൻ ലെവലിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും. സോ അതാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം, നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കെ ആണെന്ന് എടുത്തിരിക്കുക. സോ സ്ലോപ്പ് കെ ആണെങ്കിൽ എന്തായിരിക്കും ഈ വാല്യൂ? നമുക്കറിയാം വൈ ആക്സിസിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാണുക? വൈ ഈക്വൽ ടു എം എക്സ്. എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കെ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഏതാ, ഈ ക്യാപിറ്റൽ എസ്. അപ്പം നമുക്ക് വൈ എന്ന് പറയുന്നത് കെ എസ് എന്ന് കിട്ടും. അതാണ് ഇവിടെ നോട്ട് ചെയ്തേക്കുന്നത്. വൈ ഈക്വൽ ടു എം എക്സ്. എം ഈസ് ദ സ്ലോപ്പ് കെ ആൻഡ് എക്സ് ആക്സിസിൻ്റെ വാല്യൂ എസ് ആണ്. സോ കെ എസ്. സോ ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി. ഇനി നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ഇൻപുട്ട് സിഗ്നൽ എക്സ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് സിഗ്നലാണ് നമ്മൾ ആ നോൺ ലീനിയർ എലമെൻറ്റിലൂടെ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിനുസോയിഡൽ ഫംഗ്ഷനാണ്. എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ്. ക്യാപിറ്റൽ എക്സ് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് സൈൻ ഒമേഗ ടി. ഒരു സിനുസോയിഡൽ സിഗ്നലാണ് നമ്മൾ നോൺ ലീനിയർ എലമെൻറ്റിലൂടെ കൊടുക്കുന്നത്. അപ്പം സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സൈൻ ഒമേഗ ടി. അതാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ആ സിഗ്നലാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസ് എന്താണ്, ഒമേഗ ടി എടുത്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ വരച്ചിരിക്കുകയാണ്. സോ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിനുസോയിഡൽ സിഗ്നലാണ്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് ആണ്. ഇനി അതിനെ നമ്മൾ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തേക്കുക. 0 to 2π ആണിത് വരച്ചിരിക്കുന്നത്. സോ ഹാഫ് എന്ന് പറയുമ്പം പൈ ആയിരിക്കും. ഇനി നമ്മൾ ഡിഫറെൻറ്റ് ഇൻസ്റ്റൻറ്റ് എടുത്തേക്കുക. ബീറ്റ, ഒമേഗ ടി ബീറ്റ ആവുമ്പം ഒരു ഡോട്ടഡ് ലൈൻ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒമേഗ ടി ബീറ്റ. ഇനി അടുത്തത് മാക്സിമം വന്നു. അത് കഴിഞ്ഞ് ടോട്ടൽ പൈ ആണ്. ഇതെന്ന് പറഞ്ഞാൽ പൈ മൈനസ് ബീറ്റയാണ്. സോ അങ്ങനെ 2-3 ഇൻസ്റ്റൻറ്റ് എടുത്തേക്കുക. ഇവിടെ ഒരു ബീറ്റ, ഇവിടെ ഒരു പൈ ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നതും എന്താണ്, പൈ മൈനസ് ബീറ്റ ആയിരിക്കും ഈ പോയിൻറ്റ്. ഓക്കെ. സോ അത് എക്സ് ആക്സിസിൽ നമ്മൾ ഒമേഗ ടി മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഇനി അപ്പം നോൺ ലീനിയർ എലമെൻറ്റിന് ഈ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി ഉണ്ട്. നമ്മൾ അതിൽ കൂടെ ഒരു ഇൻപുട്ട് സിഗ്നൽ എക്സ് കടത്തിയിടുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈ ആണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബീറ്റ, പൈ മൈനസ് ബീറ്റ, പൈ, 0, ഡിഫറെൻറ്റ് ഒമേഗ ടി. ആ ടൈമിൽ എത്രയാണ് ഔട്ട്പുട്ട്, അതാണ് നമ്മളിവിടെ വൈയിൽ മാർക്ക് ചെയ്തേക്കുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കറിയാം എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിഗ്നൽ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി ആണ്. എക്സ് ഈസ് ദ ക്യാപിറ്റൽ എക്സ് ഈസ് ദ മാക്സിമം വാല്യൂ ഓഫ് ഇൻപുട്ടാണ്. ഇനി ഒമേഗ ടി ഈക്വൽ ടു ബീറ്റ എന്താണ്, വെൻ ഒമേഗ ടി ഈക്വൽ ടു ബീറ്റ, അതായത് ഈ പോയിൻ്റ് ഒമേഗ ടി ഈക്വൽ ടു ബീറ്റ ആവുമ്പം നമ്മൾ ആ ഒരു പോയിൻറ്റിൽ നമുക്ക് ഇൻപുട്ട് ഇത്രയാണ്. ആ പോയിൻ്റ് തന്നെ നമ്മൾ നോൺ ലീനിയാരിറ്റിയിലൂടെ എക്സ്റ്റെൻഡ് ചെയ്യുക. ആ പോയിൻ്റാണ് ക്യാപിറ്റൽ എസ്. ആ ടൈമിലുള്ള സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയാണ് കെ എസ്. ഓക്കെ. സോ ഈ പോയിൻറ്റിൽ 0 to ബീറ്റ എന്ന് പറഞ്ഞ ടൈമിൽ എന്താണ്, നോൺ ലീനിയാരിറ്റി ലീനിയറാണ്. ഓക്കെ. അതായത് നമുക്ക് ഔട്ട്പുട്ടും എന്തായിരിക്കും, അത്രയും ടൈമിൽ എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അതിന് അനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ടും നമുക്ക് ആ സാച്ചുറേഷൻ വരെ കിട്ടും. അതാണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. 0 to ബീറ്റയിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇൻപുട്ട് സിഗ്നൽ തന്നെ ആയിരിക്കും. അതെന്തുകൊണ്ടാണ്?
നമുക്കറിയാം ഒമേഗ ടി ഈക്വൽ ടു ബീറ്റയാണ് അല്ലേ, ഒമേഗ ടി ഈക്വൽ ടു ബീറ്റയാണ്. ആൻഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസിൽ ആ ടൈമിൽ എസ് ആണ്, അതാണ് ഇവിടെ എക്സ് ഈക്വൽ ടു എസ് എന്നിട്ടേക്കുന്നത്. സോ നമുക്ക് ഇൻപുട്ട് സിഗ്നലിനോട്ട് ആ വാല്യൂ കൊടുക്കുക. ഇക്വേഷൻ 2.36 നമ്മൾ ഈ രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് വെൻ ഒമേഗ ടി ഈക്വൽ ടു ബീറ്റ എക്സ് ഈക്വൽ ടു എസ്. അപ്പം സ്മോൾ എക്സിന് പകരം എന്ത് കൊടുക്കാം, ക്യാപിറ്റൽ എസ് കൊടുക്കുക. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ എക്സ് ആയിരിക്കും, ഒമേഗ ടിക്ക് പകരം ബീറ്റ കൊടുക്കുക. അപ്പം നമുക്കൊരു ഇക്വേഷൻ കിട്ടും, ക്യാപിറ്റൽ എസ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് സൈൻ ബീറ്റ. ഓക്കെ, സോ സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. സൈൻ ബീറ്റ ഈക്വൽ ടു ക്യാപിറ്റൽ എസ് ബൈ ക്യാപിറ്റൽ എക്സ്, ഓർ ബീറ്റ ഈക്വൽ ടു എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് എഴുതാൻ പറ്റും. സോ അതാണ് ഒരു സൈൻ ബീറ്റയുടെ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഔട്ട്പുട്ട് വൈ, നമുക്കിനി ഔട്ട്പുട്ടിനെ നോക്കാം. ഔട്ട്പുട്ട് വൈക്ക് നമുക്ക് ഡിഫറെൻറ്റ് റീജിയൻ ആയിട്ട് 0 to പൈയിൽ നമുക്ക് ഡിഫറെൻറ്റ് റീജിയൻ ആയിട്ടുണ്ട്. 0 to ബീറ്റയിൽ ഒരു വാല്യൂ ആണ്, ബീറ്റ ടു പൈ മൈനസ് ബീറ്റ എന്താണ് സാച്ചുറേറ്റഡ് ആയി, പിന്നെ പൈ മൈനസ് ബീറ്റ ടു പൈ എഗെയിൻ ലീനിയർ ആണ്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് റീജിയൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. പൈ മൈനസ് ബീറ്റ ടു പൈ വീണ്ടും നമുക്ക് ലീനിയർ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ആ സാച്ചുറേറ്റ് നടക്കുന്നത് ബീറ്റ ടു പൈ മൈനസ് ബീറ്റയിലുള്ള ആ ഒരു റീജിയണിൽ മാത്രമാണ്. അപ്പോൾ നമുക്ക് 3 വാല്യൂ നമ്മൾ അതായിട്ട് എടുക്കും. 0 to ബീറ്റ കെ എക്സ് തന്നെയാണ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി. സൈൻ ഒമേഗ ടി എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഇനി അടുത്ത ബീറ്റ ടു പൈ മൈനസ് ബീറ്റ സാച്ചുറേഷനാണ്. സോ കെ ഇൻറ്റു എസ് ആയിരിക്കും വാല്യൂ. കാരണം ഇവിടെ നമുക്ക് കെ എസ് ആണ് സാച്ചുറേഷനിലുള്ള വാല്യൂ, അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി പൈ മൈനസ് ബീറ്റ ടു പൈ അഗെയിൻ ഇറ്റ്സ് എ സിനുസോയിഡൽ വേവ് ഫോം. സോ നമുക്ക് കെ ഇൻറ്റു സ്മോൾ എക്സ് തന്നെ ആയിരിക്കും. സോ അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് റീജിയൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്താണ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ എന്ന്. സോ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്, ഇതാണ് ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ. അതായത് ക്യാപിറ്റൽ y1 ബൈ ക്യാപിറ്റൽ എക്സ് ആംഗിൾ φ1. ക്യാപിറ്റൽ y1 എന്ന് പറഞ്ഞാൽ √(a1² + b1²). ആംഗിൾ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് b1/a1. ഇനി നമുക്ക് ഔട്ട്പുട്ട് y നമുക്ക് എക്സ്പ്രഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി a1 b1. സോ നമുക്ക് ഈ ഒരു വേവ് ഫോമിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ഔട്ട്പുട്ടിൻ്റെ വേവ് ഫോം നോക്കിക്കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു സിമെട്രിക്കൽ വേവ് ഫോമാണ് അല്ലേ. സോ സിമെട്രി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓഡ് സിമെട്രിയാണ് വരാൻ പോകുന്നത്. സോ നമുക്കറിയാം ഓഡ് സിമെട്രി ആവുകയാണെങ്കിൽ ഫൊറിയർ സീരീസ് എഴുതുമ്പോൾ അതിനകത്ത് സൈൻ ഒമേഗ ടിയുടെ ടേംസ് മാത്രമേ കാണത്തുള്ളൂ, കോസ് ഒമേഗ ടി 0 ആയിരിക്കും. സോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് A1 ആണ് സൈൻ ഒമേഗ ടിയുടെ ടേംസ് ഉള്ളത്, B1 എന്ന് പറഞ്ഞാൽ കോസ് ഒമേഗ ടിയുടെ ടേംസാണ്. സോ നിങ്ങൾക്ക് B1 = 0 എടുക്കാൻ പറ്റും. സോ നമുക്ക് A1ൻ്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ അതുകൊണ്ട് തന്നെ ഇത് ഹാഫ് വേവ് സിമെട്രിയും ഉണ്ട് ഇവിടെ, അതുകൊണ്ട് തന്നെ ക്വാർട്ടർ വേവ് സിമെട്രിയും ഉണ്ട്. ക്വാർട്ടർ വേവ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ ക്വാർട്ടർ നമ്മൾ ഡിവൈഡ് ചെയ്താലും അത് സിമെട്രിക്കലാണ്. സോ അങ്ങനെയാണെങ്കിൽ ക്വാർട്ടർ വേവ് സിമെട്രിയും ഹാഫ് വേവ് സിമെട്രിയും കൂടെ വരികയാണെങ്കിൽ നമ്മൾ ഫുൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഒരു ക്വാർട്ടർ മാത്രം നിങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ അതുകൊണ്ടാണ് നമ്മളിവിടെ A1ൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു A1ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു, 2 ബൈ ടൈം പീരീഡ് ഇൻ്റഗ്രൽ 0 to ടൈം പീരീഡ് y സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി ആണ്. 2 ബൈ ടൈം പീരീഡ് ഞാൻ പറഞ്ഞു, ക്വാർട്ടർ വേവ് സിമെട്രി ആയതുകൊണ്ട് ക്വാർട്ടർ നമ്മൾ ചെയ്താൽ മതി അല്ലേ. അതായത് ഒരു 2π എന്നുള്ള വേവ് ഫോം എടുത്താൽ അതിൻ്റെ ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ π/2 വഴിയാണ് അല്ലേ. സോ 0 to π/2 നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 2 ബൈ π/2 ഇൻ്റഗ്രൽ 0 to π/2 y സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 0 to π/2 വരെ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം നമുക്കറിയാം 0 to π/2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താണ്, 0 to π/2 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് 2 ടേംസാണ് വരുന്നത്. 0 to ബീറ്റയും വരും അല്ലേ. 0 to π/2നകത്ത് 2 ടേംസാണ് വരുന്നത്. 0 to ബീറ്റയും വരും, ബീറ്റ ടു π/2. പൈ മൈനസ് ബീറ്റ വരെ വേണ്ട, കാരണം എന്താ, π/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലായിട്ടാണ് വരിക. സോ ബീറ്റ ടു π/2.
ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം 0 to ബീറ്റ എന്ന് പറയുന്നത് ൻ്റെ വാല്യൂ kx ആണ്. സോ അതുകൊണ്ട് നമുക്കിവിടെ ഫസ്റ്റ് എക്സ്പ്രഷനിൽ 4/π, അതായത് 2/π/2 ആണ് 4/π, ഇൻ്റഗ്രൽ 0 to ബീറ്റ y സൈൻ, നമുക്ക് ജനറലായിട്ട് എഴുതാം y സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി പ്ലസ് 4/π, പിന്നെ ബീറ്റ ടു π/2 y സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഓക്കെ, എഗെയിൻ നമ്മൾ വീണ്ടും അതിൻ്റെ ഓരോ 0 to ബീറ്റ നമ്മൾ പറഞ്ഞു വൈയുടെ വാല്യൂ എക്സ് സൈൻ ഒമേഗ ടി ആണ്. സോ എക്സ് സൈൻ ഒമേഗ ടി നമ്മളവിടെ അല്ല, എക്സ് സൈൻ ഒമേഗ ടി അല്ല, കെ എക്സ് ആണ് അല്ലേ. ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 0 to ബീറ്റ വാല്യൂ ഓഫ് വൈ ഈസ് കെ എക്സ്. സോ ആ കെ എക്സ് നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്ലസ് 4/π ബീറ്റ ടു π/2 വാല്യൂ കെ ക്യാപിറ്റൽ എസ് ആണ്. സോ കെ ക്യാപിറ്റൽ എസ് സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഓക്കെ, ഇനി നമുക്കറിയാം, ഓൾറെഡി നമുക്കറിയാം സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വാല്യൂ ആണ്, സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ് സൈൻ ഒമേഗ ടി അല്ലേ. ഇൻപുട്ട് സൈനസോയിഡൽ സിഗ്നലാണ്, അപ്പം അതിന് ഒരു ആംപ്ലിറ്റ്യൂഡും കാണും, പിന്നെ സൈൻ ഒമേഗ ടി. അപ്പോൾ സ്മോൾ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സൈൻ ഒമേഗ ടി ആണ്. സോ അതിന് വീണ്ടും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 4k/π, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഓക്കെ, സോ 4k/π 0 to ബീറ്റ എക്സ് സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി പ്ലസ് 4ks ഔട്ട്സൈഡ് എടുക്കുക. സോ 4ks/π ബീറ്റ ടു π/2 സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. ഇനി 4kx/π നമ്മൾ വെളിയിലെടുത്തു. വിത്ത് റെസ്പെക്ട് ടു ഒമേഗ ടി ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സൈൻ ഒമേഗ ടിയും കൂടെ സൈൻ സ്ക്വയർ ഒമേഗ ടി ആവും. പ്ലസ് 4ks/π ബീറ്റ ടു π/2 സൈൻ ഒമേഗ ടി ഡി ഒമേഗ ടി. 4kx/π സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം, 1 - cos 2θ/2 ഡി ഒമേഗ ടി പ്ലസ് 4ks/π ബീറ്റ ടു π/2 സൈൻ ഒമേഗ ടി. ഇനി ആ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡി ഒമേഗ ടി ആകുമ്പോൾ ഒമേഗ ടി വരും. കോസ് തീറ്റയുടെ ഇൻ്റഗ്രൽ സൈൻ 2θ/2 ആണ്. സോ 0 to ബീറ്റ സൈൻ ഒമേഗ ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഒമേഗ ടിക്ക് പകരം ഫസ്റ്റ് ബീറ്റ കൊടുക്കുക, പിന്നെ 0 കൊടുക്കുക. 0 എല്ലാം 0 ആയിപ്പോവും. ഇപ്പം ബീറ്റയുടെ ടേംസ് മാത്രം എഴുതാം. 4ks/π പിന്നെ മൈനസ് കോസ് π/2 പ്ലസ് കോസ് ബീറ്റയാവും. സോ വീണ്ടും ഇവിടെ നമ്മൾ കോസ് 90 എന്ന് പറഞ്ഞാൽ 0 അതിന് 0 കൊടുക്കുക. സോ ഇനി നമുക്ക് അവിടെ എസ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, ഇവിടെ നേരത്തെ നമുക്ക് കിട്ടിയില്ലേ, എസ് എന്ന് പറയുന്നത് എക്സ് സൈൻ ബീറ്റ എന്ന് എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ 2.37 നമുക്ക് ബീറ്റയുടെ ടൈമിൽ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എസ് ആണ്. സോ എസ് ഈസ് ഈക്വൽ ടു എക്സ് സൈൻ ബീറ്റ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വാല്യൂ നിങ്ങളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ 4kx/π ബീറ്റ മൈനസ് സൈൻ 2β/2 പ്ലസ് 4k/π എസ്സിന് പകരം എക്സ് സൈൻ ബീറ്റ കോസ് ബീറ്റ എന്ന് വരും. ഇനി സൈൻ 2θ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ സൈൻ 2θയ്ക്ക് പകരം 2 സൈൻ തീറ്റ കോസ് തീറ്റ കൊടുക്കുക. ബാക്കിയെല്ലാം അതുകൂട്ട് തന്നെ എഴുതുക. ഇനി അടുത്ത ടേമിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം 2 സൈൻ ബീറ്റ കോസ് ബീറ്റ മൈനസ് സൈൻ ബീറ്റ കോസ് ബീറ്റ എന്ന് പറയുമ്പോൾ സൈൻ ബീറ്റ കോസ് ബീറ്റ മാത്രമേ ഉള്ളൂ. സോ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, സോ a1ൻ്റെ എക്സ്പ്രഷൻ കിട്ടി. അപ്പോൾ y1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √a1² പ്ലസ് b1². b1 0 ആണ്, a1ൻ്റെ സ്ക്വയർ. സോ ഇത് തന്നെ വരും അല്ലേ. സോ 5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് b/a ആണ്, b1/a1. സോ ടാൻ ഇൻവേഴ്സ് b1 0 ആയതുകൊണ്ട് തന്നെ ആംഗിൾ 0 ആയിരിക്കും. സോ ഡിസ്ക്രൈബ് ചെയ്യുക. അടുത്ത ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y1/x ആംഗിൾ 5 അല്ലേ. സോ y1 ആണ് ഇപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് ഡിവൈഡഡ് ബൈ എക്സും കൂടെ ഇടുക. അപ്പോൾ എക്സ് ക്യാൻസലായി പോവും. എന്നിട്ട് ബാക്കി വരുന്ന എക്സ്പ്രഷൻ എന്ത് വരും, 2k/π ബീറ്റ പ്ലസ് സൈൻ ബീറ്റ കോസ് ബീറ്റ ആംഗിൾ 0. സോ ഇതാണ് ഒരു ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഓഫ് എ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റി. ഇപ്പോൾ കിട്ടിയ നമ്മുടെ y1 ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ സാച്ചുറേഷൻ നോൺ ലീനിയാരിറ്റിയുടെ ഡിസ്ക്രൈബിംഗ് ഫംഗ്ഷൻ ഡെറൈവ് ചെയ്യുന്നത്.